ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതായത് ഇതുപോലെ നിങ്ങൾ മസാല ഉണ്ടാക്കിയാൽ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണം. അത്രയും ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാല. വേറെ ഒന്നുമില്ല, എഗ് ടിക്ക മസാലയാണ് കേട്ടോ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ജാറിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അത് മാറ്റി വെച്ചേക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 4 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്പൈസസ് ആണ്. ആദ്യം വന്നിട്ട് 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ഏലക്ക, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിൽ ആദ്യം നല്ല ചൂടാക്കി എടുക്കാം. നല്ല ചൂടാക്കി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയ ഉള്ളിയാണ്. മീഡിയം സൈസിലേക്കുള്ള ഉള്ളി വളരെ കനം കുറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ലേശം ഒരു ബ്രൗൺ കളറാകുന്ന രീതിക്ക് കളർ ചേഞ്ച് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് 1.5 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ട് ആദ്യം നമ്മൾ തക്കാളി മല്ലിയിലേക്ക് ഇട്ട് അടിച്ചിട്ടായിരുന്നില്ല, ആ ഒരു പേസ്റ്റാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതുപോലെ വഴറ്റിയതിന് ശേഷം ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വരട്ടെ. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ വളരെ എരിവ് കുറവായിട്ടാണ് ഇവിടെ ചേർക്കുന്നത്. അത് കാരണം ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് പോലെ നിങ്ങൾ മുളക് പൊടി ചേർക്കാം. ഒരു പിഞ്ചോളം കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സായിട്ട് എണ്ണ നല്ല തെളിഞ്ഞ് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ നല്ല ഒരു റെഡ് കളറാവുന്ന രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കൂടെ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള അധികം പുളിപ്പില്ലാത്ത ഒരു 1/2 കപ്പ് തൈര് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നമ്മൾ തുറക്കുമ്പോഴാണ് ആ ഒരു എണ്ണ നല്ല തെളിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ച് വരട്ടെ. കണ്ടല്ലോ, നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചേക്കാം. ഇനി ഈ മസാല നല്ല കുറുകി നല്ല ഇതുപോലെ നല്ല റെഡ് കളറായിട്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നമ്മൾ ബട്ടർ ചേർത്താൽ നന്നായിട്ട് എണ്ണയൊക്കെ നമ്മളിൽ നല്ല തെളിഞ്ഞ് വന്നിരിക്കുന്നുണ്ടല്ലേ. ഇതുപോലെയാണ് നമുക്ക് കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു തിക്നെസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കറിക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ വെക്കുന്നത്. ഈ ഒരു തിക്നെസ്സോടുകൂടെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഇതുപോലെ നമ്മൾ വേവിച്ച് കുറിച്ച മുട്ട നമ്മൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര മുട്ട വേണ്ടത് അതുപോലെ എല്ലാം വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ മുട്ട ഈ മസാലയിലൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സായിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും നന്നായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് കുഴഞ്ഞ് ആ ഒരു ചപ്പാത്തിക്ക് അതങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ശരിക്കും വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടൊരു ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും 1 ടീസ്പൂണും കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു എഗ് ടിക്ക മസാല റെഡിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി തോന്നും. അപ്പം തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. അതിപ്പോൾ എല്ലാറ്റിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക.